ഹായ് ബഡീസ്. ഞാൻ ഉണ്ടാക്കാൻ പോകുന്ന സിമ്പിൾ മുട്ടക്കറിയാണ്. ഇത് പറയാൻ കാരണം വെച്ചാൽ ഞാൻ എന്നെപ്പോലെ ഇഷ്ടം പോലെ ആൾക്കാർ ഈ ജോലി കഴിഞ്ഞിട്ട് വൈകുന്നേരം, കാരണം നാളെ ഷിഫ്റ്റ് ഉണ്ടായിരിക്കും, കാരണം നമുക്ക് എന്തെങ്കിലും കറി ഉണ്ടാക്കിയിട്ട് ചപ്പാത്തിയോ ലൈക്ക് പൊറോട്ടയോ അങ്ങനെ എന്തെങ്കിലും കൂട്ടി നമുക്ക് കഴിക്കാനേ കാര്യമുള്ളൂ. സോ ഇതൊരു സിമ്പിൾ മുട്ടക്കറിയാണ്. ഞാൻ ഒരു 100% വലിയ കുക്കൊന്നുമല്ല, സാധാരണ രീതിയിൽ ചിലപ്പോൾ ഞാൻ ചെയ്യുന്നതിൽ പൊട്ടത്തിട്ടുണ്ടായിരിക്കും. പക്ഷെ അത് തെറ്റുണ്ടെങ്കിലും ക്ഷമിക്കുക, എന്തെങ്കിലും തെറ്റുകളുണ്ടെങ്കിൽ എനിക്കത് പറഞ്ഞു തരിക. സോ ഞാൻ വീഡിയോ നടക്കാം. സോ സിമ്പിൾ മുട്ടക്കറി ആൻഡ് പൊറോട്ട അതാണ് എൻ്റെ ഭക്ഷണം കറി. സോ നമ്മളൊരു പാത്രത്തിനകത്ത് 4 മുട്ടയും കുറച്ച് ചൂടുവെള്ളം ഒഴിച്ചിട്ടുണ്ട്. ഇത് അത്യാവശ്യം ഞാൻ കെറ്റിൽ വെച്ച് തിളപ്പിച്ച വെള്ളമാണ്. ഇതിലൂടെ നമ്മൾ കുറച്ച് ഉപ്പ് ഒഴിക്കുക, കുറച്ച് ഉപ്പിടുക കേട്ടോ, സോറി. സോ ഗൈസ്, നമ്മുടെ മുട്ടയൊക്കെ സെറ്റ് ആകുമ്പോൾ ഓരോ മുട്ടയും നമ്മൾ തണുത്ത വെള്ളത്തോട്ട് ചുമ്മാ ഇച്ചിരി പറക്കാൻ കൊണ്ടിടുക. കാരണം വെച്ചാൽ നമ്മൾ ഇച്ചിരി മുട്ട സെറ്റ് ആകുമ്പോഴാണ് തണുത്ത വെള്ളത്തിടുന്നത്. നമ്മുടെ ചൂടായ പാനിലോട്ട് നമ്മൾ 1 ടേബിൾ സ്പൂൺ എണ്ണയും 1 ടേബിൾ സ്പൂൺ കടുക് ഇട്ട് അങ്ങോട്ട് സെറ്റാക്കുക. ഏകദേശം കടുക് പൊട്ടിയതിന് ശേഷം നമ്മൾ 2 ഇഞ്ചി ചെറുതായിട്ട് അരിഞ്ഞത് അങ്ങ് വരട്ടുക. അങ്ങോട്ട് ചുമ്മാ ഇളക്കത്തില്ലേ, അതിലോട്ട് നമ്മൾ 3 പച്ചമുളക് ഇടുക. ചിലവർക്ക് ആവശ്യമെങ്കിൽ 4 പച്ചമുളക് എടുക്കാം, ഞാൻ 3 ഇട്ട്. 2 സവോള നമ്മൾ അങ്ങനെ കുഞ്ഞായിട്ട് അരിഞ്ഞിട്ടത് നല്ലപോലെ നമ്മൾ ഇളക്കി അങ്ങോട്ട് നമ്മൾ തിരിച്ച് മറച്ചിട്ട് നല്ല സെറ്റാക്കി അങ്ങ് ഇളക്കുക. ഇതിലൂടെ നമ്മൾ ആവശ്യമായ ഉപ്പിടും. ഉപ്പിടുമ്പോൾ നമുക്കൊരു ഇത് കിട്ടും, സവോള അങ്ങോട്ട് ഒരു ഇട്ട് നമ്മൾ സെറ്റാവും. പിന്നെ നമ്മളൊരു 3 തക്കാളി എല്ലാവർക്കും ഇഷ്ടമാണ്. മുട്ടക്കറിയുടെ മെയിൻ സംഭവം തക്കാളിയാണ്, ലൈക്ക് എൻ്റെ ഇതാട്ടോ. തക്കാളി ഇട്ട് നല്ലൊരു ഇളക്കി അങ്ങോട്ട് തിരിച്ച് മറച്ച് കിട്ടും, നല്ല അതിൻ്റെ വെള്ളമൊക്കെ അങ്ങ് ഊരട്ടെ അങ്ങോട്ട്. സവോളയും തക്കാളിയും എല്ലാം അങ്ങ് കയറി പിടിക്കും. ഇതിലോട്ട് നമ്മൾ 1 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടിയും 1 ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടിയും ഒരു മുളക് പൊടിയും ഇട്ട് അങ്ങോട്ട് ഇത് കുറച്ച് മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും കുറച്ചുകൂടി ഇടുവാണ്, ആയില്ലായിരുന്നു. അപ്പം അതുകൂടി ഇട്ട് അങ്ങോട്ട് നല്ലപോലെ ഇതിൻ്റെ പച്ച മണമൊക്കെ അങ്ങ് മാറിയിട്ട് അങ്ങോട്ട് തിരിച്ചൊക്കെ അങ്ങ് ഇട്ട് നല്ല വട്ടത്തിലൊക്കെ കറക്കി ഇളക്കുക. ഇതിലൂടെ ഞാൻ 1.5 കപ്പ് വെള്ളം അതിനകത്ത് ഒഴിച്ച്, ചൂടുവെള്ളം. ഇതോട്ട് 1.5 കപ്പ് വെള്ളം ഒഴിച്ച് ഏകദേശം നമ്മൾ സെറ്റായിട്ടുണ്ട്. ഇനി നമ്മൾ നല്ലപോലെ അങ്ങ് ഇടുക. ഇതൊക്കെ നമ്മൾ ചെയ്യുമ്പോഴൊക്കെ ചെറിയ ഫ്ലെയിമിൽ ഇട്ടാൽ മതി ഗ്യാസ്. നമ്മുടെ മുട്ടച്ചാറ് റെഡി ആയിട്ടുണ്ട് ഗായ്സ്. മുട്ടച്ചാറെന്ന് ഉദ്ദേശിച്ച് നമ്മൾ സാധാരണ എല്ലാവരും കടയിലേക്ക് പൊറോട്ടയുടെ ഉള്ളിക്കറി റെഡി ആയിട്ടുണ്ട്. ഇച്ചിരി വെള്ളം ഒഴിച്ചേക്കാം, മുട്ട ഇടുമ്പോൾ പൊങ്ങി കിടന്നോട്ടെ. നമ്മൾ നേരത്തെ പുഴുങ്ങിയ 4 മുട്ട എടുത്ത് അങ്ങോട്ട് ഇതിനോട്ട് ഇടുക. അതിൻ്റെ മേലോട്ട് നമ്മൾ ചാറ് കറി അങ്ങോട്ട് ഒഴിക്കുക, മുട്ട മുങ്ങാൻ വേണ്ടി. പക്ഷേ ഇതിലൊരു അബദ്ധം പറ്റി, നമ്മൾ മുട്ട മുങ്ങുന്നില്ല. അപ്പോൾ നമ്മൾ മുട്ട മുറിച്ചിട്ട് ഇടാം. എന്നിട്ട് എനിക്ക് മല്ലിയില ഇഷ്ടമാണ്, ഞാൻ മല്ലിയില കുറച്ച് ഇടും കേട്ടോ. ഇതിന് കരിയാപ്പില ഇടുവാണ് അടിപൊളി കേട്ടോ. മുട്ട ഇച്ചിരി മല്ലിയിലയും കരിയാപ്പില ഇടുവാണെങ്കിൽ മുട്ടക്കറി സെറ്റായി. മുട്ടക്കറി സെറ്റായി. നമ്മളിനി പൊറോട്ടയും മുട്ടക്കറിയും, നല്ല പൊളപ്പ മുട്ടക്കറിയും നല്ല കിടുക്കാച്ച് പൊറോട്ടയും ഇത് ഞാൻ തന്നെ ഇവിടെ മേടിക്കാൻ കിട്ടും. എന്നിട്ട് മറ്റേ കടയിൽ കിട്ടിയിട്ട് അടിച്ച് നമ്മുടെ കൈ കൊണ്ട് അടിച്ച് നാട്ടിലെ പൊറോട്ടയും മുട്ടക്കറിയും റെഡി ആയിട്ടുണ്ട്. സോ താങ്ക് യു ഫോർ വാച്ചിങ്.